ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റീൽസിന്റെ ട്യൂട്ടോറിയലായിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള റീൽസിലൊക്കെ കാണാം ഇത്തരത്തിലുള്ള ഈ ഒരു ഗ്ലോയിങ് എഫക്റ്റ് ഉള്ള വീഡിയോസ് ഒക്കെ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു നോർമൽ ക്ലിപ്പ് നമുക്ക് ഈ ഒരു രീതിയിലേക്ക് എങ്ങനെ ആക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. സോ പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം. സോ നമുക്ക് നേരെ ട്യൂട്ടോറിയലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാപ് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രൊജക്റ്റിലാണോ ആ ഒരു കളർ ഗ്രേഡിങ് വേണ്ടത്, ആ ഒരു എഫക്റ്റ് വേണ്ടത്, അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് ഫയൽ ഓപ്പൺ ആക്കിയാലും മതി. ഓക്കെ, ഞാനിവിടെ തൽക്കാലം ഒരു വീഡിയോ ഇവിടെ ആഡാക്കി കാണിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സെക്കൻഡ് ക്ലിപ്സ് എന്തിനാ ആഡ് ആക്കണമെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമുക്ക് ഓരോ കട്ട്സിലും നല്ല രീതിയിൽ കളറ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് എഫക്ട് സെക്ഷനിൽ പോയിട്ട് സോഫ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു എഫക്റ്റ് ആഡ് ആക്കണം. അപ്പൊ സെർച്ചിൽ നിങ്ങൾക്ക് സോഫ്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ, ഇത് ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ വീഡിയോസിന് നിങ്ങളുടെ ക്ലിപ്സിന് എത്രത്തോളം ആ ഒരു ഗ്ലോ വേണമെന്നുള്ള ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഒരു ഇതിലൊരു 80%, 80 ആക്കി കൊടുക്കണായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഫുള്ള് കൊടുക്കാം. നിങ്ങളുടെ വീഡിയോക്ക് നല്ല രീതിയിൽ ഗ്ലോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫുള്ള് കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് ജസ്റ്റ് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് സെക്കൻഡ് ആയിട്ട് ആഡ് ആക്കേണ്ട എഫക്റ്റ് ആണ് ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കളർലെസ് ഫ്ലാഷ്. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിന്റെ ആ ഒരു ഒബ്ജക്റ്റിൽ പോയിട്ട് ഓൾ ആക്കി കൊടുക്കാം. ദെൻ ബാക്ക് അടിക്കാം. അതിന്റെ അഡ്ജസ്റ്റ്മെന്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൂൾസ് കാണും. സോ അതിലായി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഫുൾ ആക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഒരു കളറൊക്കെ മാറി കിട്ടും, നമ്മുടെ നോർമൽ കളറായി കിട്ടും. ദെൻ ഇവിടെ സ്പീഡും കൂടെ കുറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷെയ്ക്ക് മാറി കിട്ടും. ഓക്കെ, ഇനിയാണ് നമുക്ക് ഇവിടെ ഗ്ലോവും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. സോ ആ ഒരു ഗ്ലോ എന്നുള്ളിടത്ത് നമുക്ക് ഒരു 20 ആക്കി കൊടുക്കണമായിരിക്കും ബെറ്റർ. ദെൻ എന്നിട്ട് നമുക്ക് ആ ഒരു റേഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. റേഞ്ചിൽ ഇപ്പൊ എത്രത്തോളം ഗ്ലോ വേണമെന്ന് നിങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 25 ഒക്കെയാണ് കൊടുത്ത് വെക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഗ്ലോ ആയിട്ടുണ്ട് ഇവിടെ. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ക്ലിപ്സിലൊക്കെ ജസ്റ്റ് ഒരു സ്മൂത്ത് കൊണ്ടുവരണം. ആ ഒരു സ്മൂത്തിനെ നമുക്ക് എഫക്ട് സെക്ഷനിൽ പോയിട്ട് റെട്രോയിൽ നമുക്ക് ഈ ഒരു റെട്രോ ബ്ലൂ എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിൽ ഒബ്ജക്റ്റിൽ പോയിട്ട് ഓള് കൊടുക്കുക. ഓള് കൊടുത്ത ശേഷം നമുക്ക് അഡ്ജസ്റ്റിൽ ചെന്ന് കഴിഞ്ഞിട്ട് അതിൽ ആ ഒരു ഫിൽറ്റർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മൈനസ് ആക്കി കൊടുക്കുക. അപ്പൊ നമ്മുടെ ആ ഒരു വീഡിയോയിൽ ആഡ് ആയിട്ടുള്ള ആ ഒരു ബ്ലൂ കളർ മാറിപ്പോണ കാണാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഷാർപ്പനറും ബ്ലറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. സോ ബ്ലർ നമുക്കൊരു 20 ആക്കണമായിരിക്കും ബെറ്റർ. ഷാർപ്പനർ ഒരു 50 അല്ലെങ്കിൽ ഒരു 40 ഒക്കെ ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ഗ്ലോ കാര്യങ്ങളൊക്കെ നമുക്ക് 20 ആക്കി കൊടുക്കാം. ബ്ലറും ഗ്ലോയും നമുക്ക് 20 ആക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ എഫക്റ്റുകളൊക്കെ ആഡ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു നമ്മൾ വിചാരിച്ച പോലത്തെ ആ ഒരു ഗ്ലോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബട്ട് ഇതെല്ലാ കട്ട്സിലും വർക്ക് ആവണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഗ്യാസ് ഉള്ള സ്ഥലത്ത് ഇപ്പോൾ അടിയിലായിട്ട് നമുക്ക് ആ ഒരു പച്ചപ്പ് കാണുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ആ ഒരു വൈറ്റ് ഗ്ലോ വന്നിരിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റണം. അതൊരു വീഡിയോയിൽ ഒരു മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് ഓരോ കട്ട്സും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. സോ അതിനായി നമ്മൾ മെയിൻ ആയിട്ട് 4 ടൂളാണ് യൂസ് ചെയ്യണേ. സോ ഈ ഒരു ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ബ്രില്യൻസ്, ഈ ഒരു ഗ്രാഫ് കൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ കട്ടിൽ തുടങ്ങാം. ഈ ഒരു ഫസ്റ്റ് കട്ടിൽ ഇപ്പൊ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കുറച്ച് ഇൻക്രീസ് ആവണമെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടി കൊടുക്കാം. ഇവിടെ ഇപ്പൊ നമുക്ക് ഒരിത്തിരി കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ദെൻ കോൺട്രാസ്റ്റ് നമുക്ക് കൂട്ടി കൊടുക്കാം. അപ്പൊ ആ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഏരിയ ഒക്കെ കുറച്ചൊന്ന് ബ്ലാക്ക് ആയി കിട്ടും. ഓക്കെ, അതിനുവേണ്ടിയാണ് നമ്മൾ കോൺട്രാസ്റ്റ് യൂസ് ചെയ്യണം. അത് ജസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, സെക്കൻഡ് കട്ട്സിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇവിടെ ബ്രൈറ്റ്നസ് കൂടുതലുള്ളതുകൊണ്ട് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ കോൺട്രാസ്റ്റും ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പൊ ആ ഒരു ബ്ലാക്ക് ആയിട്ടുള്ളിടത്തൊക്കെ നല്ല കളർ വരും. ഓക്കെ, ഞാൻ പറയാൻ വിട്ടു. ഈ ഒരു ബ്രില്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ആ ഒരു ഗ്ലോ ജസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ്. ആ ഒരു ബ്രില്യൻസ് ജസ്റ്റ് ഒന്ന് ലൈറ്റ് വരും. ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് ലാസ്റ്റ് ക്ലിപ്പിൽ എന്താ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ക്ലിപ്പിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫുൾ ആയിട്ട് ഒരു ഗ്ലോ വരുന്നിട്ട് ഒരു അത്യാവശ്യം ശോക രീതിയിലാണ്. അപ്പൊ നമുക്ക് അടിയിലായിട്ട് ആ ഒരു അടിയിലെ പച്ചപ്പൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി കോൺട്രാസ്റ്റ് കൂട്ടി കൊടുക്കാം. സോ ഇവിടെ ബ്രൈറ്റ്നസ് ജസ്റ്റ് ഒന്ന് കുറച്ചു കൊടുക്കാം. ഓക്കെ, കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഒരു അടിയിലെ ഒരു പച്ചപ്പ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബ്രില്യൻസും ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനിയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഗ്രാഫിന്റെ ഉപയോഗം. സോ
അപ്പോൾ ഗ്രാഫ് എങ്ങനെ പഠിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഗ്രാഫിന്റെ ആ ഒരു മേലത്തെ പോയിന്റ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് കൂട്ടാം, അടിയിൽ ഷാഡോ. അപ്പൊ നമുക്ക് അടിയിൽ ഷാഡോ ആണ് വേണ്ടത്, ആ ഒരു കോൺട്രാസ്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് അടിയിലത്തെ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് പോയിന്റ് കൊടുത്തിട്ട് അടിയിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ആയിട്ട് കിട്ടും, ഐ മീൻ ഡാർക്ക് ആയിട്ട് കിട്ടും. അപ്പൊ ആ ഒരു പച്ചപ്പൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ ആ ഒരു മാറ്റം കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു റീസെറ്റ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടില്ല ആ ഒരു മാറ്റം. അപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോരോ ക്ലിപ്സിൽ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇതേപോലെ സെറ്റ് ആക്കി കൊടുക്കുക, എന്നാലേ നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.